എന്താ എന്തിനാ കരയുന്നത്? എന്താ നത്തിങ് സഞ്ജു. പോലീസ് കമ്മീഷണറുടെ സിസ്റ്റേഴ്സ് അല്ലേ, ഇംഗ്ലീഷ് അറിയുന്ന കരുതി എന്റെ ഫ്രണ്ട്സ് ഇംഗ്ലീഷിൽ എന്തോ ചോദിച്ചു. സിമ്പിൾ ക്വസ്റ്റ്യൻസ് and they started hi my you I don't know the stupid words. ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ, കരയാണോ വേണ്ടത്? എല്ലാവരോടും ഞങ്ങളെ കളിയാക്കിയിട്ടാ. പിന്നെ കളിയാക്കാതെ മൈ ഫാദർ ഈസ് എ ഡോഗ് എന്നൊക്കെ പറഞ്ഞാ. Nowadays servants പോലും ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയല്ലോ. മിസ്റ്റർ സഞ്ജീവ്, you must teach them English. Shut up, you bloody. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ ഹായ് യാ എന്നൊക്കെ പറഞ്ഞ് കരയിപ്പിക്കാനുള്ളത് അല്ലടി പുല്ലുകളെ ഇംഗ്ലീഷ്. അതൊരു മഹത്തായ ഭാഷയാ. ഷേക്സ്പിയറിന്റെയോ ഷെല്ലിയുടെയൊക്കെ 4 വരി കവിത നിനക്കൊക്കെ തെറ്റുകൂടാതെ പറയാൻ പറ്റുമോ? എന്തേ നാടൻ മദാമ്മമാർക്ക് നാവറങ്ങിപ്പോയോ? ആദ്യം സ്വന്തം മാതൃഭാഷയും സംസ്കാരവും മനുഷ്യത്വം ഒക്കെ പഠിക്കണടി. DGPയുടെ മോള് കേൾക്കാൻ വേണ്ടി പറയാ, മെയിലിൽ ഇത്തരം വാടക മദാമ്മമാരെ വിളിച്ചു വരുത്തി എന്റെ കുട്ടികളെ ഇൻസൾട്ട് ചെയ്താലുണ്ടല്ലോ ആട്ടിച്ചില്ലാത്തന്നെ പല്ല് ഞാൻ കൊഴിക്കും. മക്കൾ വാ. സോറി ഷിമി, ഒന്നും പറയണ്ട. ഫൈൻ, വെൽ ഡൺ. നീ ഇൻവൈറ്റ് ചെയ്തിട്ടാ ഞങ്ങൾ വന്നത്. കമ്മീഷണറെക്കാളും DGPയെക്കാളും വലിയ വീട്ടിലുള്ളവരാടി ഞങ്ങള്. ഒരു കമ്മീഷണർ വരുന്നടി. പറ. ഇപ്പൊ മനസ്സിലായില്ലേ മോന്റെ സംസ്കാരം? ശരിയായില്ല സഞ്ജീവ, ഒട്ടും ശരിയായില്ല. എന്റെ മരുമോളെ അവമാനിച്ചു. വലിയ വലിയ വീട്ടിലെ പിള്ളേരാ വന്നത്. അവര് ഇംഗ്ലീഷിൽ ചോദിച്ചാൽ ഇംഗ്ലീഷിൽ മറുപടി പറയണം. പെങ്ങന്മാര് മോയി കാണിക്കുമ്പോ മതി മറക്കാവോ? ഇവരെന്ത് കോത്താഴത്തെ കമ്മീഷണറാ? രാത്രി എന്നില്ല പകലെന്നില്ലാതെ മൂന്തിക്കൊണ്ട് ഈ കുടി ഇന്ന് അവസാനിപ്പിക്കണം. ചോദിക്കും, ഗോപാലപിള്ള ചോദിക്കും. എന്റെ മരുമകളുടെ മനസ്സ് വേദനിപ്പിച്ച കമ്മീഷണറല്ല ദൈവം തമ്പുരാനായാലും ചോദിക്കും. കമ്മീഷണറോട് സംസാരിക്കാൻ അല്പം കൂടെ ധൈര്യം വേണം. 2 എണ്ണം കൂടെ വീശാല്ലേ. കുപ്പി എവിടെ? ഞാനിവിടെ കൊണ്ടുവച്ച കുപ്പി എവിടെയത്? ആരെടുത്താലും ശരി ഇവിടെ കൊണ്ടുവന്ന് വെച്ചോളാം, ഇല്ലെങ്കിൽ മർമ്മത്തിന്റെ സ്വഭാവം മാറും. ആരാ എടുത്തതെന്ന്? ചോദിച്ചു കേട്ടില്ലേ? ആരാന്ന്? എന്താ അങ്കിൾ? ഞാൻ ഇപ്പൊ കൊണ്ടുവച്ച കുപ്പി കാണുന്നില്ല. എനിക്ക് ഇനിയും കുടിക്കണം. കുപ്പി എവിടെ? അങ്കിൾ, കുപ്പി അവളമാരെടുത്ത് എറിഞ്ഞതാ. ആ, സാവിത്രിയും സംഗീതയും. മർമ്മ ഇനിയും പൂസാന്ന് ഒന്ന് കാണുമല്ലോ എന്നും പറഞ്ഞ് എടുത്തൊരൊറ്റ ഏറ്. ഞാൻ മാത്രമല്ല, അങ്കിളും അവർക്കിപ്പോ ശത്രുവാ. അധികപ്പറ്റ്. പെമ്പിള്ളേർക്ക് ഇത്ര അഹങ്കാരം പാടില്ല. അല്പ കുടിക്കുന്ന് വെച്ച് ഫാദർ അല്ലേ, റെസ്പെക്ട് ചെയ്യണ്ടേ? സാവിത്രി, സംഗീതേ, എന്റെ കുപ്പിയുടെ തെരഞ്ഞെടുപ്പ് നിഷേധി നിന്നോടാണ് ചോദിച്ചത്. എവിടെയാണ് വലിച്ചത്? മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. രണ്ടിനെയും ഇവിടെ എന്റെ പെൻഷൻ കാശോടാണ് ഞാൻ കുടിക്കുന്നത്. തികയാത്തിന് മരുമകൾ തരും. ഞാൻ ഇവിടുത്തെ പട്ടിയാലോടി. എവിടെയാണ് കുപ്പി വിളിച്ചത്? നിനക്ക് അറിയില്ല അല്ലേ? വെറുതെ പാവങ്ങളെ തല്ലി കൊല്ലണ്ട. കുപ്പി എടുത്തെറിഞ്ഞ ഞാനാ. ഓ, പെങ്ങന്മാരെ രക്ഷിക്കാൻ വേണ്ടി കുറ്റം ഏറ്റെടുക്കുന്നു. എന്റെ മരുമോള് പറഞ്ഞല്ലോ ഇവള് പാര എടുത്തെറിഞ്ഞെന്ന്. പിള്ളേരാ കുപ്പി എടുത്തെറിയുന്നു നീ കണ്ടോ? കണ്ടോടി? കണ്ടോന്ന് ബലപ്പിച്ച് ചോദിച്ചാ ഞാൻ കണ്ടില്ല. മാത്രമല്ല സഞ്ജു എടുത്ത് എറിയുന്നേ ഞാൻ കണ്ടു. അവളുമാർക്ക് 2 തല്ല് കിട്ടാൻ വേണ്ടി ഞാൻ കള്ളം പറഞ്ഞത് തന്നെയാ. എന്റെ കൂട്ടുകാരികൾ ഇൻസൾട്ട് ചെയ്തില്ലേ, ഞാൻ പകരം വീട്ടിയതാ. ഇനി എന്റെ റൂട്ടും അത് തന്നെ ആയിരിക്കും. ഞങ്ങൾക്കൊക്കെ സ്റ്റാൻഡേർഡ് ഇത്തിരി കുറവാ. മലയാള സ്കൂളിലെ പഠിപ്പേ ഉള്ളൂ. പക്ഷേ മനുഷ്യനെ സ്നേഹിക്കാൻ ഞങ്ങൾക്കറിയാം. ഇയാൾ എന്നെ തല്ലിയല്ലേ? എന്നെ തല്ലി.
എന്റെ മമ്മി ഡാഡി എന്നെ തല്ലിട്ടില്ല. ആ അതാണ് കുഴപ്പം. അന്ന് അവർ തല്ലിയിരുന്നെങ്കിലേ ഇന്ന് എനിക്കിത് വേണ്ടി വരില്ലായിരുന്നു. Shut up, you. You. ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. ഞാൻ DGP രാജശേഖരൻ നായരുടെ മകളാ. Aristocrat, understand? തന്റെ തല്ലുകൊള്ളാൻ ഒരു തറ ടിക്കറ്റ് കാര്യം നോക്ക്. ഇതു കേറി പൊടിയാത്ത്. ഹാ, സെൽഫിഷ്നെസ്. ഭാര്യ പിണങ്ങിപ്പോയെന്ന് അറിഞ്ഞ കമ്മീഷണർക്ക് നാണക്കേടായിരിക്കും. അനുഭവിച്ചോ? ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല. അല്ല, ഞാൻ ഇവിടുന്ന് പോകുന്ന തന്നെ ഈ കുടുംബത്തിന് നല്ലത്. ഞാൻ ഇനി ഇവിടെ നിന്നാ ഈ രണ്ടെണ്ണത്തിനെയും ജീവനോടെ കുഴിച്ചു മൂടും ഞാൻ. എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? മക്കളെ തല്ലിയതുകൊണ്ടാണോ? ഒരു തെറ്റ് പറ്റിപ്പോയി. ഇന്ന് ആദ്യമായിട്ടല്ലേ? ക്ഷമിച്ചുകളാ പാർവതിയമ്മേ. മക്കളെ പേടിക്കണ്ട. അച്ഛൻ തല്ലാൻ വന്നതല്ല. ആ നേരത്തെ അച്ഛന്റെ സമനില തെറ്റിപ്പോയി. അച്ഛനെ മദ്യം കീഴ്പ്പെടുത്തി കളഞ്ഞു. അച്ഛന് ദൈവം പോലും മാപ്പ് തരില്ല മക്കളെ. മഹാപാപയാണ് ഞാൻ. എന്റെ മക്കളെ തല്ലിയ ഈ കൈ എനിക്ക് വേണ്ട. എന്താ അച്ഛത്? മനുഷ്യനൊരു സൗര്യം തരില്ല. അതെ, അച്ഛൻ ഈ വീടിന്റെ സമാധാനം നശിപ്പിച്ചു. ഞാൻ കാറിലേടാ നിന്റെ ഗീതും പോയത്. അല്ല, ഇതല്ലെങ്കിൽ മറ്റൊരു കാരണം ഉണ്ടാക്കി അവള് പോകും. നമ്മുടെ കുടുംബാന്തരീക്ഷവുമായിട്ട് ഒരിക്കലും ഇണങ്ങിച്ചേരാൻ അവൾക്ക് കഴിയില്ല. പോട്ടെ, എന്തിനങ്ങനെ ഒരു പെണ്ണ് സ്വൈര്യം കെടുത്താൻ? ഇനി താണ് കൊടുത്തേ പറ്റൂ. ശരിയാവില്ല സാർ. അവളൊരു മാറാരോഗത്തിന്റെ പിടിയില്ല. ഈഗോ, ഞാനെന്ന ഭാവം, DGPയുടെ മകളാണെന്നുള്ള കോംപ്ലക്സ്, അത് ഓരോ നിമിഷവും അവളെ അടക്കി ഭരിച്ചോണ്ടിരിക്കുക. ഒരുതരം ഒഴിയാത്ത ധാർഷ്ട്യം പോലെ. അതിന് മരുന്നില്ല സാർ. കഷണ്ടിക്ക് പോലും മരുന്നുണ്ട്. പിന്നെയല്ലേ ഈഗോ? അതിനും ട്രീറ്റ്മെന്റ് ഉണ്ടോ? അത് ഏത് വൈദ്യശാസ്ത്രത്തിൽ പെടും സാർ? ഏത് ഡോക്ടറെ കാണേണ്ടത്? ഡോക്ടർ മറ്റാരുമല്ല, താൻ തന്നെയാ. എടോ, അവിവാഹിതനായ ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് സ്ത്രീകളുടെ മനഃശാസ്ത്രമാണ്. പെണ്ണെത്ര തന്റെ അഹന്തയുള്ളവളാണെങ്കിലും ശരി, താലി കെട്ടി ആദ്യം തന്നെ സ്പർശിച്ച പുരുഷനെ അവൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഈ താലി ഒരു അഡിക്ഷൻ ആണോ? എടോ, സ്നേഹപൂർവം, അതായത് സ്നേഹം അഭിനയിച്ച് വിളിച്ചോണ്ട് വന്ന് മധുരമായ ചില തിരിച്ചടികളെല്ലാം കൊടുത്ത് ജീവിതം പഠിപ്പിച്ച് അവളെ സ്വന്തമാക്കണോ. യെസ്, DG ഹിയർ. സർ. യെസ് സർ. ആ DGPയാ, തന്നെ വേണമെന്ന്. ഹലോ, സഞ്ജീവനാണ് സാർ. എന്താടോ സഞ്ജീവൻ, നമ്മൾ തമ്മിൽ പറഞ്ഞതൊക്കെ മറന്നുപോയോ താൻ? സാർ, ഗീതുവിന്റെ സ്വഭാവം എനിക്കറിയാം. പക്ഷെ എന്റെ മോള് വേദനിച്ചാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ലടോ. ആ ഫോണിൽ കൂടെ സംസാരിച്ചാലൊന്നും ശരിയാവില്ല. താൻ ഇങ്ങോട്ടൊന്ന് വരണം, ഉടനെ വരണം. റിക്വസ്റ്റ് ആണ്. എന്താ, വരില്ലേ? വരാൻ സാർ. ഉടനെ അങ്ങോട്ട് ചെല്ലാൻ.